ഓഫീസിലൊക്കെ എങ്ങനെയാണ് നല്ല ഫ്ലുവൻ്റ് ആയിട്ടും നല്ല സ്റ്റൈലായിട്ടും ഇംഗ്ലീഷ് യൂസ് ചെയ്യുക എന്ന് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിലൊരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ മദർ ടങ് ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ട് സംസാരത്തിൽ വരികയാണ്. അപ്പോൾ എസ്പെഷ്യലി ഇൻ്റർനാഷണൽ ക്ലയൻസ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ കലീഗ്സ് ഒക്കെ ഉള്ളപ്പോൾ നമ്മുടെ ആക്സൻറ്റും പ്രൊനൗൺസിയേഷനും ഒന്നും കറക്റ്റ് ആവുന്നില്ല. അവർ പറയുന്നത് ചിലപ്പോഴും മനസ്സിലാക്കാനും പറ്റുന്നില്ല. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഉള്ളതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുമെന്ന്, അതാണ് ഈ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലിൽ സംസാരിക്കുമ്പോൾ, അപ്പോൾ മലയാളം മാത്രമല്ല ഏത് ഇന്ത്യൻ ലാംഗ്വേജ് ആണെങ്കിലും നമ്മൾ ഓരോ വാക്കും അതിൻ്റെ ഓരോ അക്ഷരങ്ങളും നന്നായി സ്ട്രെസ് ചെയ്ത് ക്ലിയർ ആയിട്ട് പറയും. നമ്മൾ ഈ സൗണ്ട്സ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ള സംഭവമുണ്ട്. ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ അത് ബ്രിട്ടീഷ് ഇംഗ്ലീഷിലൊക്കെ വളരെയധികം ഫോളോ ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷെ നമ്മുടെ മലയാളത്തിൽ നമ്മളിങ്ങനെ സ്വാഭാവികമായി സംസാരിച്ച് പോകുമ്പോൾ ചിലപ്പോൾ വരുമായിരിക്കും. പക്ഷേ നമ്മളൊരു ഫോർമൽ സെറ്റിങ്സിലൊക്കെ കൃത്യമായി ഓരോ അക്ഷരം എടുത്ത് പറക്കി പറയുന്നൊരു ശീലമല്ലേ നമുക്കുള്ളത്. അപ്പോൾ ഈ മദർ ടങ് ഇൻഫ്ലുവൻസ് ഈ നമ്മുടെ മലയാളത്തിലുള്ളത് ഇംഗ്ലീഷിൽ വരുമ്പോൾ ആക്ച്വലി എന്തെന്ന് പറയുമോ, എനിക്കിത് എപ്പോഴും തോന്നിയിട്ടുള്ള, നമ്മൾ നല്ല വൃത്തിക്ക് ഓരോ സൗണ്ട് എടുത്ത് പറയുമ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നും അവർക്ക് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷെ നമുക്ക് നമ്മുടെ ആ സ്റ്റൈൽ അത്രയ്ക്ക് പോരല്ലോ എന്ന് ഇടയ്ക്ക് തോന്നാറുണ്ടായിരിക്കും. പിന്നെ എല്ലാവരും നമ്മളെപ്പോലെ എടുത്ത് പറക്കി പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ അങ്ങനെയല്ലല്ലോ, നമ്മൾ മാത്രമല്ല എടുത്ത് പറക്കി ഇങ്ങനെ സംസാരിക്കണേ. അപ്പോൾ നേറ്റീവ് സ്പീക്കേഴ്സ് എങ്ങനെയാണ് പറയണേ ആ രീതിയിൽ നമ്മളും സംസാരിച്ച് തുടങ്ങുന്നതാണ് മൊത്തത്തിൽ നമ്മുടെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനൊക്കെ നല്ലതുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സിൻ്റെ ഒരു പ്രൊനൗൺസിയേഷൻ നോക്കാം. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഇതൊക്കെ വ്യത്യാസമുണ്ട്, ഇതിലൊക്കെ നമ്മൾ പറയുന്നതിൽ മാറ്റമുണ്ടെന്ന് ആദ്യം ഒന്ന് ഞാൻ ഉത്ബോധിപ്പിക്കാം. കാരണം പലപ്പോഴും നമ്മൾ അവെയർ ആയിരിക്കില്ല ഈ ചെറിയ ചെറിയ വാക്കുകൾ പോലും വ്യത്യാസമുണ്ടെന്ന്. അപ്പം ചില വാക്കുകളൊക്കെ ആൾക്കാരായിരിക്കും ഞാൻ പറയുന്നത് ശരിയല്ല അല്ലെങ്കിൽ ഇങ്ങനെയല്ല. പക്ഷേ ഈവൻ നമ്മൾ പറയുന്ന ഓർഡിനറി വാക്കുകൾ പോലും ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഈ വാക്ക് WAY എങ്ങനെ പറയാം? വേ അല്ലേ, വേ ഇങ്ങനെ നമ്മൾ പറയാം, വഴി, വേ. പക്ഷെ നമ്മൾ ശരിക്കും ബ്രിട്ടീഷുകാർ സംസാരിക്കുമ്പോൾ, ഞാൻ കൂടുതലും ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ് ഫോക്കസ് ചെയ്യുന്നത്. അമേരിക്കൻ ഇംഗ്ലീഷിൻ്റെ പ്രൊനൗൺസിയേഷനും കാര്യങ്ങളൊക്കെ വ്യത്യാസമാണ്. എൻ്റെ സംസാരത്തിൽ ഇടയ്ക്കത് കയറി വരും. കാരണം നമ്മൾ ഹോളിവുഡിലെ കുറേ കാര്യങ്ങളും സീരീസും മൂവീസൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസും കയറി വരും. പക്ഷെ പൊതുവെ ഞാൻ ഫോർമലായിട്ട് പഠിക്കുന്നത്, കോഴ്സ് എടുത്ത് പഠിക്കുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൻ്റെ പ്രൊനൗൺസിയേഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിലാണ് ഫോക്കസ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് പറയുക? ശരിക്കും പറയാം വേയ്. ഇല്ലേ, ഏയ് എന്നുള്ളൊരു സൗണ്ട് അവിടെ വരും, വേയ്. It's because I didn't have a self to get in the way. നമ്മൾ പറയുമ്പോൾ വേ എന്ന് പറഞ്ഞ് നിർത്തും, മനസ്സിലായോ? അതുപോലെ away, away. പരേഡ് ഉണ്ടായിരുന്നു, പരേഡ്, parade, aid. ആ എയ് എന്നുള്ള സൗണ്ടില്ലേ, നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചാൽ അവരുടെ ആ വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ ചില എൻ്റെ കൂടെയുള്ള ആൾക്കാർ പാട്ട് നന്നായിട്ട് അറിയാവുന്ന ആൾക്കാർക്കൊക്കെ ഈ പ്രൊനൗൺസിയേഷൻ കുറച്ചുകൂടെ പെട്ടെന്ന് പിക്കപ്പ് ചെയ്യാൻ പറ്റും. കാരണം അവർ ശരിക്കും പ്രൊനൗൺസിയേഷൻ ഇമിറ്റേഷനാണ്. നമ്മൾ ശരിക്കും ഒരു മിമിക്രി കാണിക്കുന്ന പോലെ തന്നെയാണ് ഈ പ്രൊനൗൺസിയേഷൻ ചെയ്യേണ്ടത്. വേറെ അതൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഇതൊന്നും അല്ല. ഓക്കെ, ഈ വാക്ക് നോക്കിയേ, ടുഡേ, ടുഡേ എന്ന്. ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ടീക്ക് ടീ എന്ന് പറയും അല്ലേ, പട്ടത്തിൻ്റെ ടാ പറയാൻ ചാൻസ് ഉണ്ട്. അത് ശരിക്കും പാറ്റയുടെ ടായാണ്. പാറ്റനെ ഓർക്കണം ടീ കാണുമ്പോൾ. ട്, അതൊരു ടു എന്ന് പറയുന്നത് ട് എന്നുള്ള സൗണ്ട് വരാറുള്ളൂ, ട്. പിന്നെ പടത്തിൻ്റെ ഡാ പറയാൻ ചാൻസ് ഉണ്ട് ഡിക്ക്. അത് ഡി അല്ല, ഡി. അത് എന്താ പറയുക, സാധിച്ചിട്ട് അതിൻ്റെ ഒരു ഡാ ഇല്ലേ, അതാണത്. ടുഡേ, ടുഡേ, ഏയ്. ആ അവസാനത്തെ ഏയ് ഉണ്ടോ, ടുഡേ. ഇതോ, ഇത് എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള, എപ്പോഴും തെറ്റുവരുത്തുന്നൊരു വാക്കാണ് നമ്മൾ മലയാളികൾ. ഈ QUI വരുമ്പോൾ കുവി എന്ന് പ്രൊനൗൺസ് ചെയ്യണം. അത് ക്വ എന്നുള്ള സൗണ്ടാണ് QU വരുമ്പോൾ, ക്വ, ക്വ, ക്വ. നമ്മൾ ക്യൂ വരുമ്പോൾ ക്യൂ എന്നല്ലേ പ്രൊനൗൺസിയേഷൻ എന്ന് വിചാരിക്കും, അല്ല. അപ്പോൾ ആ QUനെ നിങ്ങൾ KW ആയിട്ട് സങ്കല്പിച്ചിട്ട് അതൊന്ന് പറഞ്ഞു നോക്കൂ, അപ്പോൾ കറക്റ്റാവും. ക്വിക്ക്, ക്വിക്ക്. അതുപോലെ ഞാനൊരു കിസ് നടന്നിട്ട്, കിസ് എന്ന് പറഞ്ഞാൽ ഉമ്മ എന്നുള്ള അർത്ഥം. ഇത് ക്വേസ്, ക്വേസ്. അതുപോലെ നമ്മൾ ഈ വാട്ടെന്ന് വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയാറുണ്ട്. അത് ഈ W വരുമ്പോൾ, WH വരുമ്പോൾ അതിൻ്റെ സൗണ്ട്, W വരുമ്പോൾ തന്നെ അതിൻ്റെ സൗണ്ട് വാ എന്നല്ല, വ. നമ്മൾ ചുണ്ടൊന്ന് കൂട്ടിപ്പിടിക്കണം, ഊ എന്നുള്ള സൗണ്ട് വരുത്തുന്ന വ. അങ്ങനെ ചുണ്ട് കൂട്ടിപ്പിടിച്ച് ആ ശബ്ദം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴേ കറക്റ്റായിട്ടുള്ള സൗണ്ട് വരുള്ളൂ. മറ്റേ വീന്ന് എഴുതില്ലേ, അതിൻ്റെ സൗണ്ടാണ് വ്, വ്. നമ്മൾ ഈ പല്ല് താഴത്തേക്ക് മുട്ടിച്ച്
വ്, അത് വേറെ സൗണ്ടാ. ഇത് വ. വോട്ട്, വാട്ടല്ല, വോട്ട്. വൈ. ഇനി ഇത് പലപ്പോഴും നമ്മൾ WHEREയുടെ വേർ എന്ന് പറയാൻ ചാൻസ് ഉണ്ട്. ഞാനും കുറേ കാലം അങ്ങനെ പറഞ്ഞു നടന്നിരുന്നേ. ഇത് വ്. ഇത് തന്നെ ഫാസ്റ്റായി പറയുമ്പോൾ വ് എന്ന് കേൾക്കുള്ളൂ. വേർ എന്നുള്ളത് വ്. ദേ വേർ എന്നുള്ളത് ദേ വ് എന്ന് കേൾക്കുള്ളൂ. ഇത് വെൻ. ആ സൗണ്ട് മനസ്സിലാവും, വ്. ഓക്കെ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളൊരു സൗണ്ടാണ്. നമ്മൾ എന്നുള്ള കൽ മൽ എന്നൊക്കെയുള്ള ഇല്ലാണ് നമുക്ക് വരിക. ഇത് ആ സൗണ്ട് അല്ല ശരിക്കും എല്ലിൻ്റെ. ഇത് നമ്മൾ ഈ മൃഗത്തിനെ, സസ്തിനി, മാമലാണത്, അതിൻ്റെ എന്താ പറയുക, നീലത്തിമിംഗലം, ബ്ലൂ വെയിൽ. കണ്ടോ, വെയിൽ എന്ന് പറയാൻ ടെൻഡൻസി. നമുക്ക് വെയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുറ്റത്ത് ഉണക്കായിട്ടോ നല്ല വെയിലുണ്ട്, ആ സാധനമായി പോയി. ഇതിൻ്റെ ആ സൗണ്ടേ വരിക, വെയിൽ. കണ്ടോ, എനിക്കിത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. കാരണം മലയാളത്തിൽ ഈ സൗണ്ടുകൾ നമുക്ക് എഴുതാൻ പറ്റില്ല. ഏകദേശം രീതിയിൽ നമ്മുടെ മലയാളത്തിൽ പോലെ എഴുതാം. പക്ഷെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര വ്യത്യാസം. പ്രാക്ടീസ് ചെയ്താൽ പിന്നെ അത് അങ്ങനെ വരുള്ളൂ. വെയിൽ, അതായത് വയൽ. എല്ലാം എന്ന് പറഞ്ഞാൽ ഓൾ. വാലറ്റ്. പിന്നെ ലവ്, അത് തെറ്റാ, ലവ്. പിന്നെ ഓടെ സൗണ്ടാണ് നമ്മൾ കുറേ തെറ്റിക്കാറ്. ഇത് ഈ വാക്കിലെ ഈ രണ്ട് വാക്കുകൾ, ഇത് പലരും വിചാരിക്കുന്നത് ഇത് ഒരേപോലെ പറയുന്നതല്ല. ഇത് നോട്ട്, NOT, നോട്ട്. ഇതോ NOTE, നോട്ട്. നോട്ട്, നോട്ട് ബുക്ക്. മനസ്സിലായോ? നോട്ട് ബുക്ക് എന്ന് പറയരുത്. അത് ആരുടെ നോട്ട് ബുക്കാ എന്നൊക്കെ പറയാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. നമ്മൾ ഇതൊന്നും നമ്മളെന്താ പറയുക, വലിയ തെറ്റ് ചെയ്യാന്നൊന്നും വിചാരിക്കണ്ട. ഇത് ഈ വീഡിയോയിൽ ഇത് എടുത്ത് പറയാണ്, സോ ദാറ്റ് നമുക്കത് ശ്രദ്ധിക്കാൻ പറ്റിയ തന്നെ തിരുത്താൻ പറ്റും. ആദ്യം ഇത് മനസ്സിലാക്കണ്ടേ, നല്ല തിരുത്താൻ പറ്റുള്ളൂ. ഓക്കെ. ഇനി ഈ വാക്ക്, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരേ സ്പെല്ലിങ്ങിൽ രണ്ട് വാക്കുകളുണ്ട്. അറിയോ ഇത്? അപ്പം ഇത് ബാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കുമ്പിടില്ലേ, ബെൻഡില്ലേ, അതിന് ബാവ്. എല്ലാവരും രാജാവ് വരുമ്പോൾ കുമ്പിടണം അയാളുടെ മുന്നിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് ബാവ്. നമ്മൾ കുട്ടികളുടെ റിബണൊക്കെ വെച്ചുണ്ടാക്കുന്നത് അത് ബോ. റെയിൻ ബോ, റെയിൻ ബാവ് അല്ല, പക്ഷെ കുമ്പിടുക എന്ന് പറഞ്ഞാൽ ബാവ്. ആ വ്യത്യാസം കണ്ടോ? അതുപോലെ വളരെ കോമൺ ആയിട്ട് തെറ്റിക്കുന്ന ഒരു വാക്കാണ് കുതിരയുടെ ഇംഗ്ലീഷ്. അത് ഹോഴ്സ് എന്ന് പറയാനുണ്ട്, ഹാർസ്. ആ, ഈ ഓയും ആയും എപ്പോഴും നല്ല പാടാണ്. അതാണ് നോട്ട്, നോട്ട്. നോട്ട് ബുക്ക്, നോട്ട് ബുക്ക്. നോട്ട് ബുക്ക് ബട്ട് പെൻ. ബുക്കല്ല, പെന്നാണ്. നോട്ട് ബുക്ക്. എഴുതുന്ന ബുക്കിന് നോട്ട് ബുക്ക്. ആ വ്യത്യാസം കണ്ടോ? കുതിര ഹാർസ്. ഓക്കെ. അപ്പം അങ്ങനത്തെ. പിന്നെ ചിലർ പറയാറുണ്ട്, ഞാനൊരു ജോക്ക് പറയാം, ജോക്ക്. ജോ അല്ല, ജോക്ക്. ആ ഓ രണ്ടെണ്ണം ഉണ്ട്, ഒന്ന് ഓയും ഒന്ന് ഓയും. ജോക്ക്. അപ്പോൾ ഇത് എങ്ങനെയാണ് പഠിക്കാന്ന് വെച്ചാൽ ഓരോ വാക്കുകൾ നമ്മൾ ആരെങ്കിലും പറയുമ്പോൾ ശ്രദ്ധിക്കുക. ആരെങ്കിലും അല്ല, നേറ്റീവ് സ്പീക്കേഴ്സ് പറയുമ്പോൾ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കുക. മനസ്സിലായോ? ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം, ഓഫീസ് ആണ്, ഓഫീസ്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പ്രൊനൗൺസിയേഷനിൽ ശ്രദ്ധിക്കാറുണ്ട്. പ്രൊനൗൺസിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മലയാളത്തിലെ പ്രൊനൗൺസിയേഷൻ അല്ല, മലയാളികളുടെ പ്രൊനൗൺസിയേഷൻ ഇങ്ങനെയാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആക്സെൻ്റ് ആണ് നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ ഡിഫറെൻ്റ് ആവുക. ഒരു വാക്കിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് നമ്മളത് കൃത്യമായി ഫോളോ ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോൾ IELTS എക്സാമൊക്കെ എഴുതുന്ന കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ വാക്കുകളുടെ പ്രൊനൗൺസിയേഷൻ കറക്റ്റായിട്ട് പഠിക്കണം. അല്ലാണ്ട് ഇന്ത്യയിൽ എല്ലാവരും ഇങ്ങനെ പറയാമെന്ന് പറയാൻ പറ്റില്ല. ഓരോ വാക്കുകൾക്കും ഇംഗ്ലീഷിലൊരു പ്രൊനൗൺസിയേഷൻ ഉണ്ട്. ആക്സെൻറ്റ് മാറും. ആക്സെൻറ്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പം ഇന്ത്യയിൽ പറയുമ്പോൾ ഒരു ഈണമൊക്കെ വരില്ലേ, അതാണ് ഇന്ത്യൻ ആക്സെൻറ്റ്. അടുത്തത് ശ്രദ്ധിക്കേണ്ടത് സ്ട്രെസ്സാണ്. പ്രൊനൗൺസിയേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് വരുന്നത് സ്ട്രെസ്സാണ്. സ്ട്രെസ് എന്ന് വെച്ചാൽ എന്താ, എവിടെയാണ് നമ്മൾ തറപ്പിച്ചിനൊന്ന് ഒരു സ്ട്രോങ് ആയിട്ട് പറയുന്നത് എന്നുള്ളത് ഓരോ വാക്കിനും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇൻസ്പിറേഷൻ
അപ്പം റേ എന്നാണ് ആ ഒരു കനപ്പ്. ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഇന്നാണ് ആ സ്ട്രെസ് കൊടുക്കണേ, മനസ്സിലായോ? അങ്ങനെയല്ല പറയാ. ഇൻസ്പിറേഷൻ, ഹോസ്പിറ്റാലിറ്റി. അപ്പം ടാനാണ് ആ സ്ട്രെസ്. ഹോസ്പിറ്റാലിറ്റി എന്നല്ല പറയാ, ഹോസ്പിറ്റാലിറ്റി. ഈ വാക്കിന് പറയും പ്രൊനൗൺസിയേഷൻ. ആ എയ്ക്കാണ് ആ സ്ട്രെസ് വരുന്നത്, പ്രൊനൗൺസിയേഷൻ. ഈ വാക്കോ, ഇത് ഇങ്ങനത്തെ വാക്കുകൾക്കൊക്കെ നൗൺ ആണോ വേർബ് ആണോ എന്നുള്ളതിനനുസരിച്ച് അർത്ഥവും മാറും, പ്രൊനൗൺസിയേഷൻ മാറും. അപ്പോൾ ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യുക, അവതരിപ്പിക്കുക എന്നുള്ള അർത്ഥമാണെങ്കിൽ എങ്ങനെ പറയാം? പ്രസൻറ്റ്. അപ്പം സെൻറ്റിനാണ് ആ സ്ട്രെസ്, പ്രസൻറ്റ്. ഒരു ഗിഫ്റ്റ് എന്നുള്ള അർത്ഥം ഉണ്ടല്ലോ, അതിന് പറയാം പ്രസൻറ്റ്. അപ്പം പ്രേയറാണ് സ്ട്രെസ്. ഓക്കെ, അപ്പോൾ സ്ട്രെസ്സും ഋതുമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വാക്ക് ഇത് പലപ്പോഴും ഡെവലപ്മെൻറ്റ് എന്ന് പറയും, ഡെവലപ്മെൻറ്റ്. ആ വർക്കാണ് സ്ട്രെസ്, ഡെവലപ്മെൻറ്റ്. അതുപോലെ രണ്ട് ഡിഫറെൻറ്റ് പ്രൊനൗൺസിയേഷൻ ആണെങ്കിലും മരുഭൂമി എന്ന് പറയാൻ എന്താ പറയുക? ഡെസേർട്ട്. ആ ഡേക്കാണ് സ്ട്രെസ്. കഴിക്കുന്ന എന്താ പറയുക, അവസാനം കഴിക്കുന്ന നല്ല മധുരമുള്ളതിന് ഡിസേർട്ട്. അപ്പം നമ്മൾ ഇൻകറക്റ്റായിട്ട് സ്ട്രെസ് ചെയ്താൽ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ശരിയാണെങ്കിൽ കൂടെ കാര്യം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഭവം ഷാഡോയിങ് ആണ്. ഷാഡോയിങ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഏത് ആക്സെൻ്റാണ് നമുക്ക് പഠിക്കേണ്ടത്, ആ ആക്സെൻ്റ് ഉള്ള ഒരാളുടെ ഒരു വീഡിയോ എടുക്കുക, ഒരു 2-3 ലൈൻസ് അതിൻ്റെ ഉള്ള വീഡിയോ എടുക്കുക അല്ലെങ്കിൽ ഓഡിയോ എടുക്കുക. എന്നിട്ട് നമ്മൾ ആ വാക്കുകളും സെൻറ്റൻസസും കൃത്യമായിട്ട് പഠിക്കുക അല്ലെങ്കിൽ എഴുതി വയ്ക്കാം. എന്നിട്ട് 2-3 നാൾ അത് വായിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. എന്നിട്ട് അവരുടെ കേട്ടിട്ട് നമ്മൾ അവരുടെ കൂടെ പറയണം. പറയുമ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് കേട്ട് നോക്കുക. അപ്പം നമുക്ക് മനസ്സിലാവും അവർ പറയുന്നത് നമ്മൾ കേൾക്കുന്നതല്ല, നമ്മൾ പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നതെന്ന്. അപ്പം നമുക്ക് എവിടെയാണ് അതിൻ്റെ വ്യത്യാസം, എവിടെയാണ് കറക്റ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. ഓക്കെ, അതാണ് ഷാഡോയിങ്. അതൊരു വഴി, ഇങ്ങനെ നല്ല ആക്സൻറ്റും പ്രൊനൗൺസിയേഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളൊരു മെത്തേഡാണ് കേട്ടോ. എന്തൊക്കെ കോപ്പി ചെയ്യണമെന്ന് ശ്രദ്ധിക്കണം. അയാളുടെ സ്പീഡ്, അയാളുടെ ടോൺ, റിതം ഒക്കെ നമ്മൾ കോപ്പി ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. ഇനി നമ്മൾ ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ നമ്മൾ ഈ വായിച്ചെടുക്കുന്ന പോലെയൊന്നും അല്ല നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെയായി മനസ്സിലാക്കുന്നത്, ഇവർ പറയുന്നത്, ഇവരിങ്ങനെ പടപടയെന്ന് പറയുമ്പോൾ എങ്ങനെ മനസ്സിലാവും എന്നുള്ളത് ഒരു കോമൺ ആയ ക്വസ്റ്റ്യനാണ്. ഷാഡോയിങ് ചെയ്തിട്ട് അത് ഇമ്പ്രൂവ് ചെയ്യാം. ഷാഡോയിങ് പക്ഷേ കൂടുതലും പ്രൊനൗൺസിയേഷനും ആക്സെൻറ്റൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഫാസ്റ്റ് ഇംഗ്ലീഷ് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഫാസ്റ്റ് ഇംഗ്ലീഷിൽ ലിസൺ ചെയ്യണം. കാരണം ഷാഡോയിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ പൊതുവെ തിരഞ്ഞെടുക്കുന്ന വീഡിയോസൊക്കെ കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് നമുക്ക് കേട്ടാൽ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിളായിട്ടുള്ള ഓഡിയോ ആയിരിക്കും. പക്ഷേ ഡെയിലി ലൈഫിൽ നമ്മൾ കേൾക്കുന്ന ആ ഓഡിയോ എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നിങ്ങൾക്ക് ബ്രിട്ടീഷോ അമേരിക്കൻ കൊലീഗ്സ് ഉണ്ടെങ്കിൽ അവർ സംസാരിക്കുന്നതോ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ രാജ്യങ്ങളിലാണെങ്കിൽ അത് നിങ്ങളുടെ ചുറ്റും നടക്കുന്ന കോൺവെർസേഷൻസോ, അല്ലെങ്കിൽ നിങ്ങൾ മൂവീസ് വല്ലതും കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് എങ്ങനെയാണ് അവർ ഈ കണക്റ്റഡ് സ്പീച്ച്, അവർ റിഡക്ഷനൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളത് കുറച്ച് എക്സാമ്പിൾസ് വെച്ച് പറഞ്ഞുതരാം. ബാക്കി ഇതിൽ കുറേ സ്ഥലത്ത് ഇത് ഉപയോഗിക്കാം. അപ്പോൾ അത് നിങ്ങൾ ഇതിനെക്കുറിച്ച് കുറച്ച് അവയർനെസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഓട്ടോമാറ്റിക്കലി പിക്കപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. ബാക്കി സമയത്ത് ഇത് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഈ പറയുന്നതൊന്നും മനസ്സിലാകുന്നതിന് വിഷമിക്കണം. എക്സാമ്പിൾസ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അവളെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ഐ ആം ഗോയിങ് ടു കോൾ ഹെർ ലേറ്റർ. അങ്ങനെയാണ് എൻ്റെ തീരുമാനം. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അവളെ വിളിക്കും. അപ്പോൾ ഐ ആം ഗോയിങ് ടു കോൾ ഹെർ ലേറ്റർ. അത് നമ്മൾ കേൾക്കണോ? ഐ ആം കോൾ ഹെർ ലേറ്റർ. ഐ ആം ഗോയിങ് ടു എങ്ങനെയായി അവിടെ? അമന കോൾ ഹെർ ലേറ്റർ. ഈ അമന എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അമന അതാരാണ് എന്ന് വിചാരിക്കും. ഐ എം ഗോയിങ് ടു അമന. അപ്പോൾ അത് പഠിച്ചു വയ്ക്കാവുന്ന സംഭവമാണ്. ഐ എം ഗോയിങ് ടു. കാരണം ഈ ചങ്ക് ഐ എം ഗോയിങ് ടു എന്നുള്ള ചങ്ക് എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് നമ്മൾ കോമൺ ആയിട്ട് പല കാര്യത്തിനും ഉപയോഗിക്കും അല്ലേ. ഐ എം ഗോയിങ് ടു ഈറ്റ് ഇറ്റ് ലേറ്റർ. അമന ഈറ്റ് ഇറ്റ് ലേറ്റർ. അമന പഠിച്ചു വയ്ക്കോ. ഐ എം ഗോയിങ് ടു അമന. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ പറയാൻ പറ്റും. നമ്മൾ ഈ ഓരോ വാക്കും പെറുക്കി പറയുന്ന നമ്മുടെ രീതിയില്ലേ, അത് വെച്ച് പറഞ്ഞാൽ അപ്പുറത്തെ ആൾക്കാർക്ക് മനസ്സിലാവാതൊന്നുമില്ല. പക്ഷെ അവർ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. ഓക്കെ, അടുത്തത് ഞാൻ പറയാം, നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോയെന്ന് പറയണേ. Do you wanna eat now?
Do you wanna eat now? മനസ്സിലായോ? Do you wanna എന്ന് പറഞ്ഞാൽ do you want to, അതാണ് do you wanna. Do you wanna eat now? കുറച്ച് പാറ്റേൺസ് ഞാൻ പറഞ്ഞുതരാം. ഇത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ സംസാരിക്കാനും വേറെ ആൾക്കാർ പറയുന്നത് മനസ്സിലാക്കാനും പറ്റും. Do you എന്നുള്ളത് പൊതുവെ ഡ്യൂ എന്ന് പറയാം, അല്ലെങ്കിൽ ജ്യൂ എന്ന് കേൾക്കും. ഓക്കെ. Do you have it? എങ്ങനെ പറയും? Do you have it? Do you have it? ഓക്കെ. അപ്പോൾ do you know him? എങ്ങനെ പറയും? Do you know him? Do you know him? ഹിമ്മിൻ്റെ ഹ് ഒന്നും ചിലപ്പോൾ കേൾക്കില്ല. Do you know him? എന്ന് മാത്രമേ ചിലപ്പോൾ കേൾക്കുള്ളൂ. Do you know him? Okay. Do you understand? Do you understand? അതെന്താ? Do you understand? അപ്പം do you, you. Okay. Did youവും you ആയി മാറാറുണ്ട്. Did you see that? നീ അത് കണ്ടോ എന്നുള്ളത്. Did you see that? Did you see that? Okay. Did you get it? എന്ന് പറഞ്ഞു നോക്കിയേ. Did you എന്നുള്ളത് you എന്ന് പറയും. Did you get it? Did you get it? ഇനി വേറൊരു പെയർ വാക്കുള്ളത് വാട്ട് ആർ യു. അതിനെ നമ്മൾ പൊതുവെ വാച്ച് എന്ന് പറയാറുണ്ട്. എന്താ ചെയ്യുന്നേ എന്ന് പറയുന്നത് വാട്ട് ആർ യു ഡൂയിങ് എന്ന് പറയുന്നത് വാട്ട് യു ഡൂയിങ്. വാട്ട് ആർ യു വാച്ച് വാച്ച് വാട്ട് യു ഡൂയിങ്. ഓക്കെ. വാട്ട് യു ഡൂയിങ്. ഡൂയിങ് അങ്ങനെ നമ്മൾ അത് വാട്ട് യു ഡൂയിങ്. എന്താ ആലോചിക്കണേ? വാട്ട് ആർ യു തിങ്കിങ്. എങ്ങനെ പറയും? വാട്ട് ആർ യു വാട്ട് യു തിങ്കിങ്. വാട്ട് യു തിങ്കിങ്. അതുപോലെ ഗോയിങ് ടു. ഇത് ഗോയിങ് ടു എന്ന് മാത്രമാണെങ്കിൽ ഗോന. ഐ ആം ഗോയിങ് ടു ആണെങ്കിൽ ആമന. ഷീ ഇസ് ഗോയിങ് ടു കോൾ മീ. അവൾ എന്നെ വിളിക്കും എന്ന് അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ വിളിക്കും അല്ലേ. അപ്പം ഷീ ഈസ് ഗോയിങ് ടു കോൾ മീ. അങ്ങനെ പറയാം. ഗോയിങ് ടു എന്നുള്ളത് ഗോന. ഗോ നായല്ല നായാണേ. ഷീ ഈസ് ഗോന കോൾ മീ. ഷീസ് ആവും ഇപ്പോഴും. ഷീ ഈസ് ഗോന കോൾ മീ. ഞങ്ങൾ ഒരു മൂവി കാണാൻ പോവാണ്. എങ്ങനെ പറയും? വി ആർ ഗോയിങ് ടു വാച്ച് എ മൂവി അല്ലേ. അല്ല വി ആർ എന്നുള്ളത് വി ആർ അല്ലേ. അത് നമ്മൾ സാധാരണ പഠിക്കുന്ന കോൺട്രാക്ഷനാണ്. വി ആർ ഗോയിങ് ടു എന്നുള്ളത് ഗോന. വി ആർ ഗോന വാച്ച് എ മൂവി. വി ആർ ഗോന വാച്ച് എ മൂവി. അടുത്തത് വോണ്ട് ടു എന്നുള്ളത് വന. വോണ്ട് ടു എന്ന് കാണുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് വന എന്ന് പറയാം. വന. എനിക്ക് പോകണം. ഐ വോണ്ട് ടു ഗോ. ആ ഗോ അല്ല ഗോ. ഓ എന്നുള്ളൊരു സൗണ്ട് വരും കേട്ടോ. ഓക്കെ. അപ്പം എങ്ങനെ പറയും? വോണ്ട് ടു എന്നുള്ളത് വന. ഐ വന ഗോ. ഐ വന ഗോ. നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുണ്ടോ? ഡു യു വോണ്ട് ടു ജോയിൻ. ഡു യു വന ജോയിൻ. ഡു യു വോണ്ട് ടു വന. അപ്പോൾ ഡു വന ജോയിൻ. ഗിവ് മീ എന്നുള്ളത് ഗിമ്മി. ആ എന്നുള്ള സൗണ്ടൊക്കെ പോവും. ഗിമ്മി. ഒരു മിനിറ്റ് തരൂ കേട്ടോ. ഗിവ് മീ എ മിനിറ്റ്. ഗിവ് മീ എ മിനിറ്റ്. ഈ പലരും എ മിനിറ്റ് എന്ന് പറയാറുണ്ട്. എ എന്നുള്ളത് ABCDയിലെ ആൽഫബറ്റ് ആണ്. അതൊരു വാക്കായിട്ട് ഒരു എന്നുള്ള അർത്ഥം വരുന്ന വാക്ക് വരുമ്പോൾ അതിൻ്റെ സൗണ്ട് ആണ്. ഗിവ് മീ എ മിനിറ്റ്. ഓക്കെ. എനിക്ക് ആ പേന തരൂ. ഗിവ് മീ ദ പെൻ. എങ്ങനെ പറയും? ഗിവ് മീ ദ പെൻ. അടുത്തത് കം ഹിയർ. ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ചേഞ്ചസ് ആണ് കേട്ടോ. കം ഹിയർ എന്നൊക്കെ കം ഹിയർ. പെട്ടെന്ന് ഇവിടെ വരൂ. കം ഹിയർ ക്വിക്ക്. ഒന്നിങ്ങോട്ട് വരുമോ? കെൻ യു കം ഹിയർ. ഇനി അടുത്തത് ലെറ്റ്സ് ഹാവ്. എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് പറയാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാം. ഇപ്പോൾ നമുക്ക് ഒരു പാർട്ടി വെച്ചാലോ, ലെറ്റ്സ് ഹാവ് എ പാർട്ടി എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് ഒരു കോഫി കുടിച്ചാലോ. ശരിക്കും ലെറ്റ്സ് ഹാവ് എ കപ്പ് ഓഫ് കോഫി എന്ന് പറയണം. പക്ഷേ ഈ കപ്പ് ഓഫ് ഒക്കെ പോയിട്ട് ലെറ്റ്സ് ഹാവ് എ കോഫി എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ ഒക്കെ കൂടുതൽ കേൾക്കാറുണ്ട്. ശരിക്കും ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഇതൊരു
മിസ്റ്റേക്ക് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഫോർമലി എ കോഫി എന്ന് പറയുന്നത്, കാരണം കോഫി കൗണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇൻഫോർമലി സംസാരിക്കുമ്പം ലെറ്റ്സ് ഹാവ് എ കോഫി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ലെറ്റ്സ് ഹാവ്, അതിനെ നമ്മൾ പൊതുവെ കേക്ക് സാവ് എന്നാ, സാവ്. ലെറ്റ്സ് ഹാവ് എ കോഫി എന്ന് പറഞ്ഞാൽ സാവ് എ കോഫി, സാവ് കോഫി. ലെറ്റ്സ് ഹാവ് എ ബ്രേക്ക്, സാവ് എ ബ്രേക്ക്, സാവ് എ ബ്രേക്ക്. ദാറ്റ് വുഡ് ബി, അതെങ്ങനെ പറയാ? ദാറ്റ് ബി, ദാറ്റ് വുഡ് ബി, ദാറ്റ് ബി. ദാറ്റ് വുഡ് ബി ഗ്രേറ്റ്, എങ്ങനെ പറയും? ദാറ്റ് ബി ഗ്രേറ്റ്, ദാറ്റ് ബി ഗ്രേറ്റ്. അത് മതിയാവും. ദാറ്റ് വുഡ് ബി ഇനഫ്, എങ്ങനെ പറയും? ദാറ്റ് വുഡ് ബിനെ ദാറ്റ് ബി, ദാറ്റ് ബി ഇനഫ്, ദാറ്റ് ബി ഇനഫ്. ഇനി ചെറിയ ചോദ്യം, ഷോർട്ട് ആൻഡ് ക്വസ്റ്റ്യൻസ് എങ്ങനെ പറയാം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇസ് ഹി, എങ്ങനെ പറയും? ഇസ് ഹി. ശരിക്കും ഇസ് ഹി ഗോയിങ്, ഇസ് ഹി എന്നൊക്കെ പറയാൻ ഇത്തിരി പാടാ. അത് ഒരുമിച്ച് ഇസ് ഹി എന്ന് പറഞ്ഞാൽ ആ ഈ സി അല്ല, ഈ സി ഒരു സൗണ്ടാണേ. ഇസ് ഹി, അവൻ റെഡിയാണോ? ഇസ് ഹി റെഡി? അവൻ വരുന്നുണ്ടെന്ന്. ഇസ് ഹി കമ്മിങ് ടുഡേ, ഇങ്ങനെ പറയാം. ഇസ് ഹി കമ്മിങ് ടുഡേ. അപ്പോൾ അത് എളുപ്പമാണ് എന്നിങ്ങനെ പറയും. ഇറ്റ് ഈസ് ഈസി. ഈ ഈസിക്ക് SY, EASY ആണെങ്കിലും പ്രൊനൗൺസിയേഷൻ ഇസ് എന്നാട്ടോ, ഈസി എന്നാട്ടോ. അത് എളുപ്പമാണ്. ഇറ്റ് ഈസ് ഈസി, എങ്ങനെ പറയും? ഇസ് ഈസി, ഇസ് ഈസി. ഓക്കെ, അത് നിനക്ക് എളുപ്പമാണ്. ഇറ്റ് ഈസ് ഈസി ഫോർ യു. ഈ ഫോർ എന്നുള്ളത് പലപ്പോഴും സ്പീഡിൽ പറയുമ്പോൾ ഫ, ഫ യു, ഫ. ഒരു ശ്വാ സൗണ്ട് എന്ന് പറയും, അതിൻ്റെ പേരൊന്നും പഠിക്കണ്ട. ഫ. നേരത്തെ നമ്മൾ ദേ വ യങ് എന്നുള്ളത് ദേ വ എന്ന് പറഞ്ഞില്ലേ, ദേ വ യങ്. അവിടെ വ എന്ന് സൗണ്ടില്ല, അതുപോലെ തന്നെ ഫ. അപ്പോൾ ഇറ്റ് ഈസ് എന്നുള്ളത് ഇറ്റ്സ് വരും. പക്ഷേ ഇറ്റ് ഈസ് ഈസി എന്നുള്ളത് നമ്മൾ ചുരുക്കിയിട്ട് ഇസ് ഈസി ഫോർ യു, ഇസ് ഈസി ഫോർ യു. ഫോർ എന്ന് പറയണ്ട കേട്ടോ, പറയുന്നതിൽ തെറ്റില്ല. ഞാൻ പറഞ്ഞത് എളുപ്പം പറയുമ്പം ഇങ്ങനെയാണ് വരിക, ഇസ് ഈസി ഫോർ യു. വേറെ ഉള്ളത് ഐ വിൽ ആസ്ക് ഹർ, അതിന് അലാസ്ക്, അലാസ്ക്. ഞാൻ അവളുടെ അടുത്ത് നാളെ ചോദിക്കാം. ഐ വിൽ ആസ്ക് ഹർ ടുമോറോ, എന്ന് പറയും അലാസ്ക ടുമോറോ, അലാസ്ക ടുമോറോ. ഞാൻ പിന്നീട് അവളോട് ചോദിക്കാം. അലാസ്ക ലേറ്റർ, അലാസ്ക ലേറ്റർ. വൈ ഡിഡ് യു എന്നുള്ളത് ചുരുക്കി നമ്മൾ വൈഡ് യു, വൈഡ് യു. ഓക്കെ, അത് പറയും. നീ എന്തിനാ കള്ളത്തരം പറഞ്ഞേ? വൈ ഡിഡ് യു ലൈ, എന്ന് പറയും വൈ യു ലൈ. വൈ ജൂലൈ എന്ന് ചോദിക്കുന്ന പോലെ ചോദിക്കും. പക്ഷെ വൈ യു ലൈ, നീ എന്തിനാ കള്ളത്തരം പറഞ്ഞേ? വൈ യു ലൈ, നീ എന്തിനാ പോയേ? വൈ ഡിഡ് യു ലീവ് എന്നുള്ളത് വൈ യു ലീവ്. ഓക്കെ, ഇനി നെഗറ്റീവ്സ് നോക്കാം. ഡിഡിൻ്റെ ഒക്കെ വരുമ്പം ഐ ഡിഡിൻറ്റ് ഈറ്റ് എന്ന് പറയാൻ ഐ ഡിഡിൻ. ടീയില്ലേ, അത് കേൾക്കാറില്ല. ഐ ഡിഡിൻ ഈറ്റ്. ഡിഡിൻ മാത്രമല്ല കുഡിൻ, വുഡിൻറ്റ്, ഷുഡിൻറ്റ്, ഇതൊക്കെ ആ ടീ കേൾക്കില്ല. നിനക്ക് എന്നെ വിളിക്കാൻ പറ്റിയില്ല. യു കുഡിൻ കോൾ മീ, യു കുഡിൻ എന്നുള്ളത് അറ്റ് എന്നുള്ളത് കേൾക്കില്ല. യു കുഡിൻ കോൾ മീ. അവൻ പോകാൻ പാടില്ല. ഹി ഷുഡ് നോട്ട് ഗോ, അത് ഷുഡിൻറ്റ് ഗോ വരും. അതെങ്ങനെയാ കോൺട്രാക്ട് ചെയ്യുമ്പോൾ? ഹി ഷുഡിൻ ഗോ. അവള് ഹെൽപ്പ് ചെയ്യില്ല, പറ്റില്ല എന്ന് പറഞ്ഞവള്. ഷി വുഡിൻറ്റ് ഹെൽപ്പ്. അപ്പോൾ ഷി വുഡിൻറ്റ് ഹെൽപ്പ്, എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. ഐ കുഡിൻ ബിലീവ് ഇറ്റ്, ഐ കുഡിൻ ബിലീവ് ഇറ്റ്. അവർ വരില്ല. ദേ വുഡിൻറ്റ് കം. ഈ സൗണ്ട്സ്, ഈ ഡിഡൻറ്റ്, കുഡിൻറ്റ്, ഷുഡിൻറ്റ് അങ്ങനത്തെ വാക്കുകളിലൊക്കെ ടീ പോകുന്നതാണ് കേട്ടോ, അത് ഡിസപ്പിയർ ചെയ്യും. അപ്പം അതൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ ടാഗ് ക്വസ്റ്റ്യൻസിലാണ് ആറിൻറ്റ്, ആർ യു നോട്ട് ആണ് ആറിൻറ്റ് യു. അത് പലരും എടുത്ത കോഴ്സിൽ ചോദിക്കാറുണ്ട്. ആർ നോട്ട് യു അല്ലേ ആറിൻറ്റ് യു? അല്ല, ആറിൻറ്റ് യു, ആർ യു നോട്ട് ആണ് കേട്ടോ.
അപ്പോൾ ആർ യു നോട്ട് ടയേർഡ് എന്നുള്ളത് ആർ നോട്ട് വരുമ്പം ആറിൻ്റ് എന്ന് പറയാം. ആറിൻ്റ് യു ടയേർഡ്. അത് പറയുമ്പം ആൻറ്റ് യു ടയേർഡ്. ആൻറ്റ് യു ആ എന്നുള്ള സൗണ്ട് ഒരു പോസ് മാത്രമായിട്ടാണ് കേൾക്കുക. ആൻറ്റ് യു ടയേർഡ്, ആൻറ്റ് യു ടയേർഡ്. പിന്നെ വിൽ യു നോട്ട് ഹെൽപ്പ്, അത് വിൽ യു നോട്ടിനെ വോണ്ട് യു. വോണ്ട് യു ഹെൽപ്പ് എങ്ങനെ പറയും? വോണ്ട് യു ഹെൽപ്പ്. ഓക്കെ. കണക്റ്റഡ് സ്പീച്ചിൽ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്, അത് പറഞ്ഞുതരാം. അത് കണക്റ്റഡ് സ്പീച്ച് കുറച്ച് ഫണിയാണ്. നമ്മൾ എന്താ പറയുക, അങ്ങനെ പറഞ്ഞ് ശീലിച്ചാൽ ഭയങ്കര സിമ്പിളായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഞാൻ വഴിയിലാണ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത്. എവിടെയാണെന്ന് ചോദിച്ചാൽ വഴിയിലാണ്. ഐ ആം ഓൺ മൈ വേ. ഇങ്ങനെ പറയണ അറിയോ? I'm on my way. I'm on my way. എന്നുവെച്ചാൽ I am. On my way. I'm on my way. ഇത് ഓർമ്മയുണ്ടോ? ഞാൻ നിന്നെ വിളിക്കും. I am going to call you. I'm gonna call you. I'm gonna. He is not ready. എന്ന് പറയും isn't ready. isn't ready. have to എന്നുള്ളത് have to എന്ന് കേൾക്കാറുണ്ട്. നമുക്ക് പോകണം. വി ഹാവ് ടു ലീവ്. വി ഹാവ് ടു ലീവ്. അതുപോലെ ഹാവ് നോ. ഐ ഹാവ് നോ. അപ്പം അത് ഒരുമിച്ച് വരും. ഐ ഹാവ് നോ ഐഡിയ. ഐഡിയ എന്നല്ല, ഐഡിയ. എന്നാണ് സ്ട്രെസ്. ഐഡിയ. ഇനി എങ്ങനെയാണ് നമ്മൾ ഫാസ്റ്റ് ഇംഗ്ലീഷ് മനസ്സിലാക്കുക? ഇപ്പം ഞാൻ കുറേ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് ഒന്ന് ഇനീഷ്യലി ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേറെ നമുക്ക് കുറച്ചുകൂടെ ശ്രദ്ധിക്കാൻ പറ്റും. നമുക്ക് ഇത് എങ്ങനെയോ എന്തോ ഒരു വ്യത്യാസമുണ്ട്, എന്താണെന്നൊരു പിടുത്തമില്ല എന്നുള്ള രീതിയിൽ പോയാൽ ഇത് നമുക്ക് ഒരിക്കലും അതിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതൊക്കെ കുറേ ലിസണിങ്ങിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ മൂവീസ് കാണുക, സബ് ടൈറ്റിൽ ഇല്ലാണ്ട്. ഓക്കെ. ഇപ്പോൾ വാച്ച് വൺ, എന്താ വേണ്ടേ? ഐ യു ഓക്കെ, ആർ യു ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ മൂവീസിൽ നമ്മൾ കണ്ട് അത് ശ്രദ്ധിക്കുക. നമ്മൾ ആ മൂവി കണ്ട് ആസ്വദിച്ച് പോകുന്നതിനൊപ്പം ഇങ്ങനെ ഷോർട്ട് ആൻഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കണക്റ്റഡ് സ്പീച്ചൊക്കെ ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾ സ്വയം ജീവിതത്തിൽ റിപ്പീറ്റ് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഐ ഡോണ്ട് നോ എന്നുള്ളത് ഐ ഡോണ്ട് നോ. ലെറ്റ് മീ സീ ലെറ്റ് മീ ഗിവ് മീ ദാറ്റ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ പ്രൊനൗൺസിയേഷനിൽ ആ റിതവും പിന്നെ സൗണ്ടിന് എവിടെയാണ് സ്ട്രെസ് കൊടുക്കണം, ഈ കാര്യമൊക്കെ ശ്രദ്ധിക്കണം. ഇത് ഞാനെന്താ ചെയ്യാന്ന് വെച്ചാൽ, കാരണം ഞാൻ നാട്ടിൽ പഠിച്ച് വളർന്നുകൊണ്ട് നമ്മൾ ചെറുപ്പത്തിൽ ഇത് ശ്രദ്ധിച്ചിട്ടില്ല പഠിക്കുമ്പോൾ. പിന്നെ ഇപ്പം ഞാൻ കോൺഷ്യസ് ആയിട്ട് ശ്രദ്ധിക്കും. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കേംബ്രിഡ്ജ് ഡിക്ഷണറി ഉണ്ട്, ഓൺലൈൻ ഡിക്ഷണറി ഉണ്ട്. അവിടെ നമ്മൾ ഏത് വേർഡ് ഇട്ടാലും അതിൻ്റെ പ്രൊനൗൺസിയേഷൻ നോക്കാൻ പറ്റും. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇടുന്ന വേർഡിൻ്റെ പ്രൊനൗൺസിയേഷൻ മാത്രം നോക്കിയാൽ പോരാ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ബോ ഏതാണെന്നുള്ളത് അറിയണമെങ്കിൽ അതിൻ്റെ അർത്ഥം ഏതാണെന്ന് നോക്കണം. ഈവൻ ഒരേ വേർബും നൗണൊക്കെ വരുന്ന ഒരേപോലെയുള്ള വാക്കുകൾ വരെ പ്രൊനൗൺസിയേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ ബ്രിട്ടീഷ് ഇംഗ്ലീഷും അമേരിക്കൻ ഇംഗ്ലീഷും ഡിഫറെൻ്റ് ആണ്. അത് അതിൽ തന്നെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ വാക്ക് മിസൈൽ നമ്മൾ പറയില്ലേ, അത് ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ്. അമേരിക്കൻ ഇംഗ്ലീഷ് മിസൈൽ എന്ന് പറയണേ. എനിക്കറിയില്ല, എനിക്കത് പറയുമ്പോൾ തന്നെ എന്തോ ഒരു വിയേർഡ്നെസ്. മിസൈൽ എനിക്ക് പറ്റുന്നില്ല അങ്ങനെ പറയാൻ. എനിക്ക് മിസൈൽ എന്ന് പറഞ്ഞാൽ ഒരു സുഖമുള്ളൂ. അപ്പോൾ നിങ്ങൾ ഏത് ഇംഗ്ലീഷാണ് ഫോളോ ചെയ്യുന്നത് അതനുസരിച്ച് അവരുടെ പ്രൊനൗൺസിയേഷൻ വ്യത്യാസം ഉണ്ടാവും ഒരേ വാക്കുകൾക്ക്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. മനസ്സിലായോ? അമേരിക്കനും ബ്രിട്ടീഷും ഡിഫറൻസ് ഉണ്ട്. വേർബാണോ നൗണാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതനുസരിച്ച് പ്രൊനൗൺസിയേഷൻ ഡിഫറെൻ്റ് ആവും. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ലിസണിങ് നമ്മൾ ചെയ്യാൻ. ഇനിയിപ്പോൾ പണ്ടത്തെ പോലെ സിനിമയൊക്കെ ആസ്വദിച്ച് ലിസൺ ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഒരു പ്രാവശ്യം ഒന്ന് ആസ്വദിക്കുക, അതിനുശേഷം ഒന്നുകൂടെ കാണുക. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് സബ് ടൈറ്റിൽ ഓഫ് ചെയ്ത് വെച്ചിട്ട് ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ നല്ലതായിട്ട് വായിക്കാൻ പഠിക്കും നമ്മൾ, ലിസണിങ് നമ്മുടെ ശരിയാവില്ല. പിന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ ഒരു കോഴ്സ് ഫോർമലായി എടുത്ത് ഇംഗ്ലീഷ് ക്ലിയർ ആക്കണമെങ്കിൽ എൻ്റെ 90 ഡേ പ്രീമിയം ഇംഗ്ലീഷ് കോഴ്സ് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് ഇമെയിൽ അയച്ചോളൂ, easyenglishwithbini@gmail.com. പിന്നെ പറയാനുള്ളത്, ഇതൊക്കെ വെച്ചിട്ട് ഇതൊക്കെ ഞാനിങ്ങനെ ഒരു കോഴ്സായിട്ട് എടുത്തിട്ടില്ലല്ലോ. ഇപ്പോൾ യൂട്യൂബിൽ ഞാൻ 90 ഡേ കോഴ്സ്, ഫോർമലായിട്ടുള്ള കോഴ്സ് ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്യുന്ന കുട്ടികളെ സംശയങ്ങളൊക്കെ ഞാൻ തന്നെ ക്ലിയർ ചെയ്യുന്ന 90 ഡേ കോഴ്സ് ഞാൻ നടത്തുന്നുണ്ട്. അതല്ലാണ്ട് യൂട്യൂബിലും പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. പക്ഷെ അവിടെ ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഈ പ്രൊനൗൺസിയേഷനിൽ ഫോക്കസ് ചെയ്തിട്ടോ അങ്ങനെ ഒന്നും കോഴ്സ് ചെയ്തിട്ടില്ല. ഞാനൊരു കോഴ്സ് തുടങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ചാനൽ ഫോളോ ചെയ്തോളൂ, ഉടൻ തന്നെ അതിൻ്റെ വീഡിയോസ് തുടങ്ങും കേട്ടോ. അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ. യൂസ്ഫുൾ ആയിരുന്ന വീഡിയോ എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്, കമൻറ്റ് ചെയ്യൂ കേട്ടോ. അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ.